RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇടിപെട്ടിയവന്റെ കാലിൽ പാമ്പ് കടിച്ചെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് ഇന്നലെ കിട്ടിയ രണ്ട് പണികളാണ്. ഒന്ന് നിക്കോ വില്യംസിന്റെ രൂപത്തിൽ, രണ്ട് ഫിനാൻഷ്യൽ ഫയർ പ്ലേയുടെ യുഎഫയുടെ FFB എന്ന റൂൾ ലംഘിച്ചതിന്, ഫിനാൻഷ്യൽ ഫയർ പ്ലേ ലംഘിച്ചതിന് 60 മില്യൺ യൂറോ ഫൈൻ കിട്ടിയാണ്. ബാഴ്സയ്ക്ക് മാത്രമല്ല, ചെൽസി, ആസ്റ്റൺ വില്ല, റോമ, ലിയോണല്, അങ്ങനെ കുറെ ക്ലബ്ബുകൾക്ക് കിട്ടിയിട്ടുണ്ട് ഫൈൻ. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ചെൽസിയാണ്. ചെൽസിക്ക് 80 മില്യൺ ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അവർക്ക് 4 വർഷം കൊണ്ട് 20 മില്യൺ അടച്ചു തീർത്താൽ അവർക്ക് അതോട് കൂടിയിട്ട് ഈ ഫൈന് ക്ലോസ് ആവും. അത് 4 കൊല്ലം കൊണ്ട് അടച്ചു തീർന്നില്ലെങ്കിൽ ഇത് 80 മില്യൺ ആയിട്ട് മാറും. അപ്പോൾ അതേപോലെ ബാഴ്സയ്ക്ക് കിട്ടിയിരിക്കുന്നത് 60 മില്യൺ, അതിൽ 15 മില്യൺ 2 വർഷത്തെ ടൈം പീരീഡ് കൊണ്ട് അടിച്ചു തീർക്കണം. 2 വർഷത്തെ ടൈം പീരീഡ് കൊണ്ട് അടിച്ചു തീർത്തില്ലെങ്കിൽ അത് 60 മില്യൺ ആയിട്ട് മാറും. പിന്നെ 60 മില്യൺ അടയ്ക്കേണ്ടി വരും. അതേപോലെ ലിയോണലിൽ വന്നിട്ട് 50 മില്യൺ ടോട്ടൽ കിട്ടിയത്. അതിൽ 12.5 മില്യൺ ആണ് അടച്ചു തീർക്കേണ്ടത്. അതിന് 3 വർഷം ടൈം ഉണ്ട്. വില്ലയ്ക്കാണെങ്കിൽ 30 മില്യൺ ആണ് കിട്ടിയിരിക്കുന്നത്. അത് 4 വർഷം കൊണ്ട് 5 മില്യൺ അടച്ചു തീർത്താൽ മതി. ഇതിൽ പോരാതുണ്ട് ചെൽസിക്കും ആസ്റ്റൺ വില്ലയ്ക്കും ഇത് കൂടാതെ ഒരു ഫൈൻ കിട്ടിയിട്ടുണ്ട്. ചെൽസിക്ക് കിട്ടിയത് 11 മില്യൺ ആണെങ്കിൽ ആസ്റ്റൺ വില്ലയ്ക്ക് കിട്ടിയത് 6 മില്യൺ ആണ് എക്സ്ട്രാ. അപ്പോൾ അവർക്ക് വീണ്ടും ഫൈൻ്റെ എമൗണ്ട് മാറും. 31 മില്യൺ ചെൽസിക്ക് ടോട്ടൽ വരും, 11 മില്യൺ ആസ്റ്റൺ വില്ലയ്ക്കും വരും. അപ്പോൾ ബാഴ്സയുടെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കയ്യിലൊക്കെ വേണ്ട പോലെ പൈസ ഉണ്ടെങ്കിലും പറയാം. പക്ഷെ ബാഴ്സയുടെ ഏകദേശം ഫൈനാൻഷ്യൽ ഇതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരു 1:1 എത്തിയെന്ന് പറയും. പക്ഷെ ലാലീഗ് ഇതുവരെ അതിൽ പറഞ്ഞിട്ടില്ല 1:1 എത്തിയെന്ന്. അപ്പോൾ അങ്ങനെ കഷ്ടകാലം പിടിച്ച് നിൽക്കുന്ന ഒരു ക്ലബിന് ഒരേ ദിവസം 2 അടി, ഒന്ന് നിക്കോ വില്യംസിന്റെ രൂപത്തിലും അടുത്തത് യുഎഫയുടെ രൂപത്തിലും. അപ്പൊ എന്തായാലും പക്ഷെ ലാപ്പോർട്ട് അതൊന്നും കണ്ട് പേടിക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്ത ക്ലബിനെ ആളുടെ ഒറ്റ ഇതുകൊണ്ടാണ് ഇതുവരെ എത്തിച്ചത്. കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് സെമി വരെ എത്തി. ഒരു സൈനിങ് നടന്നിട്ടില്ല, അധികം ഒന്നും സൈനിങ് ഒന്നും ഇല്ലാതെ തന്നെ. ഇപ്പൊ തന്നെ ജോൺ ഗ്രാസിയ മാത്രമാണ് ഗോൾ കീപ്പറായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നിന്നാണെങ്കിൽ കുറെ പ്ലേയേഴ്സിന് വെക്കാനുണ്ട്. സ്പോട്ടിഫൈ, ക്യാമ്പ് ന്യൂ, അങ്ങനെ ഒരുപാട് ഇതൊക്കെ ചെയ്തിട്ട് ഒന്ന് കരകയറി വരണം. അപ്പോഴാണ് ഈ ഡിത്തി വീണ പോലെ ഒരു അടുത്ത പണി കൂടി വന്നത്. അപ്പൊ നിക്കോ വില്യംസിന്റെ കാര്യം എടുക്കണം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഫുള്ള് ഇന്ന് ബാഴ്സയെ തേച്ച് ബാഴ്സനെ പറ്റിച്ചു, ആളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് ഇവിടെ ബാഴ്സനെ ഇങ്ങനെ സാലറി കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ആൾക്ക് നേരിട്ട് സാലറി കൂട്ടാൻ അറ്റ്ലെറ്റിക്കോ ബിൽബാവോട് പറഞ്ഞുകൂടാ, അങ്ങനെ അങ്ങനെ പല റൂമേഴ്സ് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മെയിനായിട്ടുള്ള ന്യൂസ് മാർക്കെയും അങ്ങനെയുള്ള വിലയിരുത്തലൊക്കെ നോക്കിയപ്പോൾ ഇതിൽ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നിക്കോ വില്യംസിന് ബാഴ്സയിൽ ചേരാൻ നല്ല താല്പര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ പക്ഷേ ഡബിൾ മൈൻഡ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഏജന്റിനോട് അറിയിച്ചു എനിക്ക് ബാഴ്സയിൽ ചേരണം അറിയിച്ചു. ബാഴ്സയും അതുകൊണ്ട് നിക്കോ വില്യംസിനെ, ലൂയിസ് ഡിയാസിനായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടായിരുന്നത്. പക്ഷേ ലൂയിസ് ഡിയാസിനെ അത്രയും 80 മില്യൺ ഒക്കെ കൊടുത്തിട്ട് അത് ബാഴ്സനെ കൊണ്ട് ഇപ്പോൾ താങ്ങുന്നതല്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ നിക്കോ വില്യംസിനെ സൈൻ ചെയ്യാന്ന് 60 മില്യണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് സൈൻ ചെയ്യുക. അത് ഫ്യൂച്ചറിലേക്ക്, എന്ന് പറഞ്ഞാൽ 22-കാരനാണ്, അവിടെ ലൂയിസ് ഡിയാസ് ആണെങ്കിൽ 28-കാരനാണ്. അപ്പോൾ ഇപ്പോൾ റാഷ്ഫോർഡും അങ്ങനെ ഒരുപാട് പേരുകൾ വന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പേര് വന്ന് നിക്കോ വില്യംസിനായിരുന്നു. അത് പറഞ്ഞാൽ നമ്മുടെ ലെമിൻ യമാലും പെഡ്രി അങ്ങനെയുള്ള ഗാവിയലൊക്കെ ആയിട്ടൊരു സ്പാനിഷ് ടീമിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. യുവത്വമാണ്, അതേപോലെ ട്രിബിളിങ്ങും പാടവങ്ങളും ഒക്കെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലെയർ ആയതുകൊണ്ട് ബാഴ്സയ്ക്ക് ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു വിങ്ങറായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇന്ന് നിക്കോ വില്യംസ് പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു അത് ചിലപ്പോൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ റിന്യൂവൽ കോൺട്രാക്ട് ചെറിയൊരു വർഷം, പക്ഷെ 10 വർഷത്തിന് 2035 വരെയാണ് ആള് പുതുക്കിയത് കരാർ. അവിടെ സാലറി കൂടുന്നു, റിലീസ് ക്ലോസ് കൂട്ടുന്നു, അങ്ങനെ മൊത്തത്തിൽ ബാഴ്സയുടെ മുമ്പിൽ നിക്കോ വില്യംസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിക്കോ വില്യംസിന്റെ ഏജന്റ് വെച്ച ഉടമ്പടി എന്താ പറയുക, ഈ 9 തീയതി ജൂലൈ 9 നിക്കോ വില്യംസ് ബാഴ്സയുടെ പ്ലെയറായി സൈൻ ചെയ്യുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ബാഴ്സ ആരാധകർ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവിടെ റയലില് അലക്സാണ്ടറൊക്കെ വന്നപ്പോൾ അതിനെ പൂട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വില്യംസിനെ ഇറക്കുന്നൊക്കെ പറഞ്ഞ്, വില്യംസ് ഇല്ലെങ്കിലും ബാഴ്സയിൽ അത്യാവശ്യം നല്ല സ്കോഡ് ഡെപ്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ പരുക്കളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ബാഴ്സയ്ക്ക് പണി കിട്ടും. അതുകൊണ്ട് റയൽ അതിന് പൊളിക്കാൻ വേണ്ടിയിട്ട് കുറെ സൈനികളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഗ്രാസിയ എന്ന് പറഞ്ഞ ഒരു പുതിയ സ്ട്രൈക്കർ വന്നിട്ടുണ്ട്, മിന്നും ഫോമിലാണ് കളിക്കുന്നത്. ഇപ്പൊ എംബാപ്പെ ഇല്ലാണ്ട് തന്നെ അവര് റയൽ മാഡ്രിഡ് ക്ലബ് വേൾഡ് കപ്പ് നല്ല രീതിക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിക്കോ വില്യംസിന്റെ ഇനിയിപ്പോ ഇല്ലായ്മ ഇനിയിപ്പോ നികത്താനിപ്പോ ലൂയിസ് ഡിയാസിനെ എത്തിക്കാനാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് റാഷ്ഫോർഡ് തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ റാഷ്ഫോർഡാണ് കുറച്ചുകൂടി ബെറ്റർ. എന്താ പറഞ്ഞാൽ ലെവൻഡോസ്കിയുടെ സ്ട്രൈക്കർ റോളും കളിക്കാൻ പറ്റും, അതേപോലെ വിങ്ങറായിട്ടും കളിക്കാൻ പറ്റും, റഫീനി അങ്ങനെ മാറി മാറി കളിക്കാം. അപ്പൊ പരിക്കുകൾ വന്നാലും പ്രശ്നമല്ല. പക്ഷെ ലൂയിസ് ഡിയാസിന് ഇത്രയും വില കൊടുത്ത് കൊണ്ടുവരുന്നതിൽ എനിക്ക് തീരെ താല്പര്യമില്ല. ആള് പ്ലെയറൊക്കെ ശരിയാണ്, പക്ഷെ ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ലിവർപൂൾ ശരിക്കും ബാഴ്സനെ തലയിൽ കെട്ടി വെക്കുക ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പോൾ ബയൺ മ്യൂണിക്ക് ഒക്കെ 80 മില്യൺ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല.
അതേപോലെ തന്നെ നിക്കോ വില്യംസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആൾക്ക് ഇങ്ങനെ പറഞ്ഞു, അതായത് റിലീസ് ക്ലോസ് നമ്മൾ 60 മില്യൺ തരാൻ ബാഴ്സ റെഡി ആയിരുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. 1:1 ലാ ലീഗ് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞു 1:1 ഇപ്പോഴും ബാഴ്സ എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ആകെ പണിയായില്ലേ. അപ്പോൾ ഈ പണി വന്ന സമയത്ത് നിക്കോ വില്യംസിന്റെ ഏജന്റ് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ വരാം, പക്ഷെ നിങ്ങൾ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുള്ള രജിസ്റ്റർ ചെയ്യുന്നുള്ള ഒരു കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കണം. അങ്ങനെ പ്രൂഫായിട്ട് ഞങ്ങൾക്ക് തരണം. അതേപോലെ ഈ 60 മില്യൺ റിലീസ് ക്ലോസിൽ നിങ്ങളുടെ ക്ലബ്ബിൽ എത്തിയിട്ട് ഇനി കുറച്ച് മാസങ്ങളുള്ള വേൾഡ് കപ്പിന്, അപ്പോൾ ആൾക്ക് ഇവിടെ വന്ന് കളിക്കാൻ പറ്റാണ്ട് ബെഞ്ചിലിരിക്കാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഫ്രീ ഏജന്റ് ആയിട്ട് വേറെ ക്ലബ്ബിൽ പോകണം. 60 മില്യൺ കൊടുത്തിട്ട്, ഈ കടത്തിൽ നിൽക്കുന്ന ക്ലബ്ബ് 60 മില്യൺ കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ബാഴ്സയിൽ നിന്ന് ഫ്രീ ആയിട്ട് വെളിയിൽ വേറെ ക്ലബ്ബിൽ കളിക്കാൻ പോകണം. ബാഴ്സ പറഞ്ഞു, ഞങ്ങൾ മുടക്കിയ അതേ തുക തരികയാണെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഡാനി ആൽബോ കഴിഞ്ഞ വർഷം ഇതേപോലെ വന്ന് ഈ ഒരു സിറ്റുവേഷനിലൊക്കെയാണ്, ശരിയാണ്. പക്ഷേ പിന്നും ഫോമിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ, ആൾക്ക് ബാഴ്സയിൽ കളിക്കുന്ന ആഗ്രഹം, പക്ഷെ ബാഴ്സ രജിസ്ട്രേഷൻ പ്രശ്നങ്ങൾ തീരുന്ന ഏകദേശം ഉറപ്പില്ലാത്തൊരു ഘട്ടത്തിൽ ആളുടെ സേഫ്റ്റി നോക്കിയതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ബെഞ്ചിലിരുന്നിട്ട് 6 മാസം കഴിഞ്ഞ് വേൾഡ് കപ്പാണ്, ഇത് കിട്ടണം, ടൈമിങ് കിട്ടണം. അപ്പോൾ അതൊക്കെ ഇല്ലാതിരുന്നാലുള്ള സിറ്റുവേഷൻ ആലോചിച്ചിട്ട് ആള് അതിനോട് ഇവിടെ പറഞ്ഞു. അങ്ങനെ അത്ലറ്റിക്കോ ബിൽബാവുമായിട്ട് 10 വർഷത്തെ കരാറും സാലറിയും കൂട്ടിയിട്ട് കരാറ് ഒപ്പിട്ടു. ആള് വീട്ടില് ഫാമിലീസ് അതിനെ കൊണ്ടൊക്കെ സംസാരിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ബാഴ്സയിലേക്ക് അല്ലെങ്കിൽ ആൾക്ക് വേറെ ക്ലബ്ബിൽ ബയൺ മ്യൂണിക്കൊക്കെ ഭയങ്കര താല്പര്യം കാണിച്ച് 20 മില്യൺ സാലറി ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടേക്കൊന്നും പോകാൻ നിന്നില്ല. എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത്ലറ്റിക്കോ ബിൽബാവോ, അവിടെ നിൽക്കാൻ ചാൻസ് ഇല്ലെങ്കിൽ ബാഴ്സയിലോട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ അത്ലറ്റിക്കോ ബിൽബാവിൽ തന്നെ തുടരും. ആൾക്ക് അത് ആളുടെ ഒരു ഹോം ഗ്രൗണ്ടാണ്. അപ്പോൾ അത് ആൾ പെട്ടെന്ന് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല. അപ്പൊ അങ്ങനെ ഈ 2 പണികളും കൂടി ബാഴ്സയ്ക്ക് വന്നു. ഇനിയിപ്പോൾ ബാഴ്സയുടെ കാര്യങ്ങൾ കുറച്ച് പരിഗണനയിലാണ്. ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതെ ഇനി ഏതൊക്കെ പ്ലേയേഴ്സിനെ വാങ്ങാൻ പറ്റും. അത് ഇവിടെയുള്ള കുറച്ച് പ്ലേയേഴ്സിനെ വിറ്റാൽ മതി. അത് വിൽക്കണമെങ്കിൽ ഇവിടെ ഹൈ സാലറിയിലെ കുറേ പ്ലേയേഴ്സ് കിടക്കും. സ്റ്റേഗൻ അടക്കമുള്ള ഒരുപാട് പ്ലെയർ നല്ല സാലറിയിലാണ്. ഇത് മറ്റുള്ള ക്ലബ്ബുകൾ അഫോർഡബിൾ ആയിട്ട് അവർ സ്റ്റേഗനെ സൈൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർക്ക് ഹ്യൂജ് സാലറി, ആ സാലറി സ്റ്റേഗൻ കുറയ്ക്കാൻ തയ്യാറാണ്. പക്ഷേ സ്റ്റേഗനെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഗൻ വേറെ ക്ലബ്ബിലേക്ക് പോകണം. എന്താ പറഞ്ഞാൽ വേൾഡ് കപ്പ് വരാൻ പോലും ജർമ്മനിയുടെ 1ാം നമ്പർ ഗോൾ കീപ്പറാണ്. ഇവിടെ നിന്ന് ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കത് പണി കിട്ടുന്ന അറിയാം. അപ്പോൾ മിക്കവാറും ഏതെങ്കിലും ഒരു ക്ലബ്ബ് സമ്മർ ട്രാൻസ്ഫറിൽ കൊത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ അതേപോലെ ഫിനാൻഷ്യൽ റൂൾ പേ FFBന്റെ കാര്യത്തിൽ UEFA അങ്ങനെ ക്ലബ്ബുകൾക്കെതിരെ ചെലുത്തുന്ന ഒരു ഫൈൻ ഉണ്ട്. എന്താ പറഞ്ഞാൽ ഈ ഒരു റൂള് 2009-ലോ 10-ലൊക്കെയാണ് ഈ റൂള് നിലവിൽ വന്നത്. അപ്പൊ ഇതിനെന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ക്ലബിന്റെ ഉടമ നല്ലൊരു പൈസക്കാരനാണ്, ഒരു കോടീശ്വരനാണ്. അപ്പൊ ആൾക്ക് എത്ര വേണമെങ്കിലും പ്ലേയേഴ്സിനെ വാങ്ങിക്കാന്നുള്ളൊരു ഘട്ടം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലബിന്റെ വരുമാനം, ക്ലബ്ബ് ഇപ്പോൾ കളി, അതേപോലെ TV, അങ്ങനെ ജേഴ്സി, ഇങ്ങനെ ഇതെല്ലാം വിറ്റ് കിട്ടുന്ന വരുമാനം, അതേപോലെ ടിക്കറ്റ്, ഇതെല്ലാം ടെലികാസ്റ്റ്, ഇതിനൊക്കെ വിറ്റ് കിട്ടുന്ന വരുമാനത്തും ചെലവും വരവും ഇതിന്റെ ഒരു ടാലി ഉണ്ട്. ഇതിനനുസരിച്ചാണ് ക്ലബ്ബുകൾക്ക് നിയന്ത്രിക്കുന്നത്. ഇതിന്റെ വെളിയിൽ നിന്നൊരു ബ്ലാക്ക് മണി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ വന്നിട്ട് ഇതിന് എക്സ്ട്രാ മണി ഇൻകം, ഇപ്പോൾ കണക്കിൽപ്പെടാത്ത ഇൻകം വരുന്നത്, അതേപോലെ ചെലവ്, അതൊക്കെ കാണിക്കുമ്പോൾ അതിൽ വരുന്ന വേരിയേഷനിലാണ് ഈ ഫൈൻ ഇടുന്നത്. അപ്പൊ ഈ ഫൈന് മിക്ക സമയങ്ങളിൽ ഓരോ ക്ലബ്ബിനായിട്ട് കിട്ടലുണ്ട്. അപ്പൊ ഇതിൽ ഇതിനു മുമ്പ് ഒരു വലിയ സ്കാം നടന്നു എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി 2018, 19, 20 സീസണുകളൊക്കെയാണ്. സിറ്റി ഹാലണ്ടിനെയൊക്കെ സൈൻ ചെയ്തത് മുകളിലൂടെ ഒരു എമൗണ്ട് കൊടുത്തിട്ട് അടിയിലൂടെ വലിയൊരു എമൗണ്ട്, എന്ന് പറഞ്ഞാൽ ദുബായിന്റെ അത്രയും കോടീശ്വരന്മാർ, ശതകോടീശ്വരന്മാരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഡീലുകൾ നടക്കുന്നുണ്ട്. അത് ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇപ്പോഴും, അതേപോലെ UEFA ഒക്കെ അതിന്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ചാമ്പ്യൻസ് ലീഗ് ഒക്കെ, അല്ലെ 1-2 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒക്കെ സിറ്റിക്ക് നഷ്ടമാവുന്നൊക്കെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാഴ്സലോണയ്ക്ക് എല്ലാവരും ഒരു പ്രതീക്ഷ, കഴിഞ്ഞ സീസണിൽ ഇത്രയും നന്നായി കളിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സീസണിൽ കുറെ സൈനിങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ ബാഴ്സ ഒന്നുകൂടെ ഇതാവുന്ന എല്ലാം പ്രതീക്ഷ നിൽക്കുന്ന സമയത്താണ് ഇടിപെട്ടിയവന്റെ കാലിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ നിൽക്കുന്നത്. എന്തായാലും ഇതിൽ നിന്നൊക്കെ കരകയറിയിട്ട് ഈ സീസണിലും മിന്നും ഫോമിൽ കളിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ സെഷനുമായി വീണ്ടും കാണുന്നവരെ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും.